മുമ്പൊക്കെ ഒട്ടുമിക്ക പേരുടെയും ഒരു ധാരണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സയൻസ് അല്ലെങ്കിൽ MBBS പഠിച്ച് അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കോഴ്സസ് ഒക്കെ പഠിച്ചൊരു IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ് ഒരു ഏറ്റവും നല്ല ഒരു കരിയർ ഓപ്ഷൻ എന്നൊക്കെയാണ്. എന്നാൽ ഇന്നിപ്പോ ആ കോഴ്സുകൾക്ക് അല്ലെങ്കിൽ ആ പ്രൊഫഷനുകൾക്ക് പോലെ തന്നെ അത്രയ്ക്കും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരുപാട് കോഴ്സുകളാണ് നമുക്ക് മുന്നിൽ നിന്നുള്ളത്. അപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഫെമിലിയർ ആയിട്ടുള്ള ഒരു കോഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. BSc Agriculture. BSc Agriculture is a 4-year undergraduate course providing all the scientific methods and techniques of agriculture. മോഡേൺ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ അഗ്രികൾച്ചറിനെ ഇംപ്രൂവ് ചെയ്യാം അല്ലെങ്കിൽ കുറച്ചും കൂടി എങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കാം എന്നൊക്കെയാണ് ഈ ഒരു കോഴ്സിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ ആർക്കൊക്കെയാണ് ഈ ഒരു കോഴ്സ് പഠിക്കാൻ പറ്റുക, എന്തൊക്കെയാണ് ഈ ഒരു കോഴ്സിന് അഡ്മിഷൻ എടുക്കാനായിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് എന്നൊക്കെ ഒന്ന് നോക്കിയാലോ. ഇനി ആർക്കൊക്കെയാണ് ഈ ഒരു കോഴ്സ് പഠിക്കാൻ പറ്റുന്നത്, എന്താണ് ഈ ഒരു കോഴ്സിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്നൊക്കെ ഒന്ന് നോക്കിയാലോ. +2-ന് സയൻസ് സ്ട്രീം പഠിച്ചിട്ടുള്ള ഏതൊരു സ്റ്റുഡന്റിനും നമുക്ക് ഈ ഒരു കോഴ്സിന് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. നമുക്ക് ഈ ഒരു കോഴ്സിന് നല്ല ടോപ്പ് കോളേജസിലൊക്കെ അഡ്മിഷൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ചില എൻട്രൻസ് എക്സാംസും അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. BSc Agriculture എന്ന് പറയുന്ന ഈ ഒരു കോഴ്സിന് നമുക്ക് ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാം ആണ് ഐക്കർ കണ്ടക്ട് ചെയ്യുന്ന എക്സാം എന്ന് പറയുന്നത്. അതായത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്. ഇതൊരു നാഷണൽ ലെവൽ വരുന്ന ഒരു എൻട്രൻസ് എക്സാം ആണ്. നമുക്കിപ്പോ ഇത് ഓൾ ഇന്ത്യയിൽ മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ കിട്ടാനായിട്ടാണ് ഐക്കർ കണ്ടക്ട് ചെയ്യുന്ന ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. നമുക്കിപ്പോ നമ്മുടെ കേരളത്തിലത്തെ അഡ്മിഷൻ പ്രോസസ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നമ്മൾ നീറ്റ് അറ്റൻഡ് ചെയ്തിരിക്കണം, അതുപോലെ തന്നെ കീമിലും അപ്ലൈ ചെയ്തിരിക്കണം. അതിനുശേഷം കീമിൽ വരുന്ന ഒരു റാങ്ക് ലിസ്റ്റിന്റെ ബേസിലായിരിക്കും കേരളത്തിൽ BSc Agricultureന് നമുക്ക് അഡ്മിഷൻസ് നടക്കുന്നത്. ഇനിയിപ്പോ കേരളത്തിന് പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈവറ്റ് കോളേജസ് എല്ലാം അവൈലബിൾ ആണ്. പ്രൈവറ്റ് കോളേജസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഐക്കർ അപ്രൂവൽ ഉള്ള കോളേജസിലും നോക്കി വേണം നമ്മൾ അഡ്മിഷൻസ് എടുക്കാനായിട്ടും. ഫണ്ടമെന്റൽസ് ഓഫ് അഗ്രോണമി, പ്ലാന്റ് പാത്തോളജി, അതുപോലെ തന്നെ സോയിൽ സയൻസ്, ക്രോപ്പ് പ്രൊഡക്ഷൻ, ഫാം മാനേജ്മെന്റ്, സീഡ് സയൻസ് ആൻഡ് ടെക്നോളജി, അഗ്രികൾച്ചർ മാർക്കറ്റിംഗ്, ഇങ്ങനത്തെ ഒക്കെ ടോപ്പിക്സ് ആയിരിക്കും നിങ്ങൾ ഈ ഒരു കോഴ്സിൽ പഠിക്കുന്നുണ്ടായിരിക്കുക. BSc Agriculture പഠിച്ച് അഗ്രികൾച്ചർ ഫീൽഡിൽ ഒരു സക്സസ്ഫുൾ കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് വീണ്ടും കിട്ടുന്ന കുറച്ച് സ്കിൽസ് ഉണ്ട്. അതായത് BSc Agriculture കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഒപ്പം തന്നെ അഗ്രികൾച്ചർ ട്രെയിനിങ്ങിലൂടെ നിങ്ങളുടെ സ്കിൽസ്, നോളജ് ഇതെല്ലാം അപ്ഗ്രേഡ് ചെയ്യാനായിട്ടും സാധിക്കും. നമുക്കിപ്പോ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അതുപോലെ തന്നെ ന്യൂമറിക്കൽ സ്കിൽസ്, ഡാറ്റ അനലിറ്റിക്സ്, ടീം വർക്ക്, കമ്മ്യൂണിക്കേഷൻ നോളജ്, ഇങ്ങനത്തെ ഒക്കെ സ്കിൽസ് ആണ് നിങ്ങൾക്ക് വേണ്ടി വരുന്നത്. ഇനിയിപ്പോ നമ്മൾ ഏത് കോഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ മെയിൻലി നോക്കുന്ന ഒരു കാര്യമാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് എന്നുള്ളത്. നമുക്ക് BSc Agriculture എന്ന ഒരു കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടറിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കിപ്പോ പബ്ലിക് സെക്ടറിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രസ്റ്റീജ് ആയിട്ടുള്ള, അതായത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രസ്റ്റീജ് ആയിട്ടുള്ള SS കാറ്റഗറിയിൽ വരുന്നൊരു ജോബാണ് അഗ്രികൾച്ചർ ഓഫീസർ എന്ന് പറയുന്നത്. ഇപ്പൊ അഗ്രികൾച്ചർ ഓഫീസർ, അതുപോലെ തന്നെ നമുക്കിപ്പോ അഗ്രികൾച്ചർ റിസർച്ച് സയന്റിസ്റ്റ്, പ്ലാന്റ് ബ്രീഡർ, സീഡ് ടെക്നോളജിസ്റ്റ്, ഇതുപോലെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്ക് ഒരു കോഴ്സിന് ശേഷം വരുന്നത്. ഇന്നിപ്പോ അഗ്രികൾച്ചർ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണത്. അതുകൊണ്ട് തന്നെ ഇന്ന് എത്രമാത്രമാണ് ഈ ഒരു ഫീൽഡിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് എന്നുള്ള ഒരു കാര്യത്തിൽ നമുക്ക് സംശയിക്കാനില്ല. ഇനിയിപ്പോ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് ഇതിന്റെ ഹയർ സ്റ്റഡീസ് നോക്കുന്ന സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിലും BSc Agricultureന്റെ ഹയർ സ്റ്റഡീസ് ഒരുപാട് ഓപ്ഷൻസ് ആണ് വരുന്നത്. അതായത് MSc Agriculture, അതുപോലെ തന്നെ സ്പെഷ്യലൈസേഷൻസ് ആണെന്നുണ്ടെങ്കിലും ഒരുപാട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹയർ സ്റ്റഡി ഓപ്ഷൻസ് നോക്കുന്ന സ്റ്റുഡൻസിനും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുമാണ് വരുന്നത്. അപ്പൊ ഈ ഒരു കോഴ്സിനെ കുറിച്ച് ഇപ്പൊ കേട്ടപ്പോ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ലേ? അപ്പൊ BSc Agriculture എന്ന് പറഞ്ഞ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടും അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ച് അറിയാനൊക്കെ ആയിട്ടും ഇപ്പൊ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.